ലേബർ റൂമിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ ശിവ വൈഭവിന്റെ കൈ വിട്ടില്ല. ഉണ്ണേട്ടൻ മതി, ഉണ്ണേട്ടൻ മതി കൂടെ, വേറെ ഡോക്ടർ വേണ്ട. അവനിൽ നിന്ന് പിടിവിടാതെ പെണ്ണ് പറഞ്ഞത് കേട്ട് വൈഭവിന് ഒരു നിമിഷം ചിരി വന്നു. ഒന്നുമില്ല പെണ്ണെ, ഞാനില്ലേ. കണ്ണ് നിറച്ചുകൊണ്ട് പെണ്ണിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു വൈഭവ്. ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി മനസ്സ് കൈവിട്ട നിമിഷങ്ങളായിരുന്നു പിന്നീട് വൈഭവിൽ. സമയം കടന്നു പോകുന്തോറും വേദന കൊണ്ട് പുളയുന്നവളെ കാണെ ഹൃദയം നിൽക്കും പോലെ ആയിരുന്നു അവന്. ശിവയെ നോക്കുന്നത് സൗപർണികയിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റായ മായയാണ്. വൈഭവിന് അവരെ വിശ്വാസമാണ്. എന്നിരുന്നാലും ഇടവേളകളായി അസഹനീയമായ വേദന കൊണ്ട് കാറുന്നവളെ കാണെ വൈഭവിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ച് എത്രയോ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ അവന്റെ കൈകൾ ഇന്ന് വിറയ്ക്കുന്നുണ്ട്. തന്റെ പ്രാണന്റെ വേദന കണ്ടു നിൽക്കാൻ കഴിയാതെ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മായ, നമുക്ക് എപ്പിഡമൽ ചെയ്താലോ? അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ഡോക്ടറുടെ പക്വത മറന്ന് വൈഭവ് ഇടറുന്ന സ്വരത്തിൽ ചോദിച്ചു. എന്റെ വൈഭവേ, നീ എന്ത് മണ്ടത്തരമാ പറയുന്നേ? ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. നീ തന്നെ നോക്ക്, സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ബേബി തലകീഴായി വന്നിട്ടുമുണ്ട്. ശിവാമി ടെൻഷൻ ആവുന്നതിന്റെ കുഴപ്പമായത്. ആളുടെ BP ഹൈ ആയിട്ടുണ്ട്. നീ അവളെ ഒന്ന് സമാധാനിപ്പിക്ക്, എങ്കിലെല്ലാം പെട്ടെന്ന് കഴിയും. മായ ഡോക്ടർ അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതും വൈഭവിന്റെ നോട്ടം തന്റെ പെണ്ണിലേക്ക് പോയി. നിക്ക്, പേടിയാവുന്നേട്ടാ, നമ്മുടെ വാവ. ശ്വാസമെടുക്കാൻ പാടുപെടുന്നതിനിടയിലും കരഞ്ഞുകൊണ്ട് വൈഭവിന്റെ നെഞ്ചിൽ പിടിച്ചു പറഞ്ഞു ശിവ. വൈഭവ് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച ശേഷം പെണ്ണിന്റെ കവിളിൽ മുഖം മുട്ടിച്ചു. പേടിക്കണ്ട പെണ്ണെ, നമ്മുടെ ജൂനിയറിന് ഇപ്പോൾ വേണ്ടത് അവന്റെ അമ്മയുടെ ധൈര്യമാ. അന്ന് ആ രാത്രി കാറിൽ നിന്ന് തെറിച്ചു വീണ് ചോര ഒലിപ്പിച്ചു ഞാൻ റോഡിൽ കിടന്നപ്പോൾ ഒറ്റയ്ക്ക് എന്നെ ചേർത്ത് പിടിച്ചില്ലേ ഒരു ഉണ്ടക്കണ്ണി. എന്റെ ജീവന് വേണ്ടി ആരോടൊക്കെയോ നിലവിളിച്ചില്ലേ എന്റെ ചാൻസി റാണി. അവളെ എന്ന ആ അമ്മയാ ഇപ്പോൾ വേണ്ടത്. പതിഞ്ഞ സ്വരത്തിലുള്ള വാക്കുകൾ കേട്ടതും ആ കഠിനമായ വേദനയ്ക്കിടയിലും ശിവയുടെ മിഴികൾ വിടർന്നു. മുത്തശ്ശനും അവൾക്ക് മാത്രം അറിയാവുന്ന ആ ആക്സിഡന്റ് രാത്രി അവന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് അവളിൽ ഒരു വലിയ സന്തോഷവും ആശ്വാസവും നിറച്ചു. കള്ളന, ദുഷ്ട, അപ്പോ ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? കരച്ചിലിനിടയിലും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവന്റെ ഷർട്ടിൽ ഒത്തിപ്പിടിച്ചു ചോദിച്ചു. പിന്നെ ഓർമ്മയില്ലാതെ? നിന്റെ മുഖം അന്ന് അറിയില്ലായിരുന്നുവെങ്കിലും നിന്റെ ചെവിക്ക് കീഴെയുള്ള ഈ കറുത്ത മാർഗ് അത് അന്നേ എന്റെ നെഞ്ചിൽ പതിച്ചതാ പെണ്ണെ. പല രാത്രിയിലും ഇതെന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്, അറിയോ? പെണ്ണിന്റെ കഴുത്തിലെ മാർഗിൽ അമർത്തി മുത്തി അവൻ മന്ത്രിച്ചതും ശിവയുടെ നിറകണ്ണുകൾ ആനന്ദത്തോടെ പുഞ്ചിരിച്ചു. വെരി ഗുഡ് ശിവാമി, BP ലോ ആകുന്നുണ്ട്. ഒറ്റ പുഷ്, നന്നായി ഒന്ന് ശ്വാസമെടുത്ത് നല്ലതുപോലെ ഒന്ന് പുഷ് ചെയ്തേ. മായ ഡോക്ടർ പറഞ്ഞത് കേട്ടതും വൈഭവിന്റെ കൈകൾ സർവ്വശക്തിയുമെടുത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ശിവ തന്റെ അവസാനത്തെ കരുത്തും സംഭരിച്ചു. അടുത്ത നിമിഷം എല്ല് നുറുങ്ങുന്ന വേദനയിൽ തന്റെ പ്രാണനിൽ നിന്നൊരു ജീവനെ ശിവ ജന്മം കൊടുത്തു. ശിവയുടെ ആ ഉച്ചത്തിലുള്ള നിലവിളിയെ ഭേദിച്ചുകൊണ്ട് ആ ലേബർ റൂമിലെ നിശബ്ദതയിൽ ഒരു പുതുനാളം തെളിഞ്ഞു. ഒരു കുഞ്ഞിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ. ആ ശബ്ദം കേട്ടതും വൈഭവ് ഒരു നിമിഷം ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നുപോയി. കൺഗ്രാറ്റ്സ്, ഇറ്റ്സ് എ ബോയ്. മായ ഡോക്ടർ പറഞ്ഞതും ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ വൈഭവ് തന്റെ ചോരയെ നോക്കി. വിയർത്ത് കുളിച്ച് കിതച്ചു കിടക്കുന്ന പെണ്ണിന്റെ കണ്ണുകളും ആ ചോരത്തുടുപ്പിലാണ്. താങ്ക് യു പെണ്ണെ. വൈഭവിന്റെ ചുണ്ടുകൾ പലവട്ടം ശിവയുടെ നെറുകയിൽ പതിച്ചു. അടഞ്ഞു പോകാൻ തുടങ്ങുന്ന മിഴികളെ പിടിച്ചു നിർത്തിയവൾ പുഞ്ചിരിയോടെ, അത്രയും നിർവൃതിയോടെ അവയെ ഏറ്റുവാങ്ങി. കുഞ്ഞിനെ വൃത്തിയാക്കി വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് വൈഭവിന്റെ കൈകളിലേക്ക് നൽകി. തന്റെ ചോരയെ, തന്റെയും ആമയുടെയും പ്രണയത്തിന്റെ അടയാളത്തെ ആദ്യമായി തൊട്ടപ്പോൾ വൈഭവ് വിതുമ്പിപ്പോയി. അവൻ പതുക്കെ ആ കുഞ്ഞിനെ ക്ഷീണിതനായി ബെഡിൽ കിടക്കുന്ന ശിവയുടെ അരികിലേക്ക് ചായച്ചു. നിറഞ്ഞ കണ്ണുകളിൽ വിടർന്ന ചിരിയോടെ ശിവ ആ കുഞ്ഞു മുഖത്തെ കണ്ടു. പൂച്ചക്കണ്ണൻ. തന്റെ അച്ഛന്റെ നെഞ്ചിൻ ചൂടിൽ അനങ്ങിക്കിടന്നപ്പോൾ പയ്യെ കണ്ണു തുറന്ന കുഞ്ഞിനെ കാണെ ശിവ പറഞ്ഞു. വൈഭവ് കുനിഞ്ഞ് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി. തന്റെ അതേ പൂച്ചക്കണ്ണുകൾ, വെളിച്ചം തട്ടുമ്പോൾ തിളങ്ങുന്ന മിഴികൾ. കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ വൈഭവ് വീണ്ടും ശിവയുടെ നെറ്റിൽ ചുംബിച്ചു, ഒത്തിരി പ്രണയത്തോടെ. കാലം നിൽക്കാതെ മുന്നോട്ടു പോയി. ദിവസങ്ങൾ മാസങ്ങൾ മനോഹരങ്ങളായ ഓർമ്മകളായി മാറി. വൈഭവിന്റെ കാർ വീടിന്റെ പോർച്ചിലെത്തിയതും സമയം രാത്രി 10 കഴിഞ്ഞിരുന്നു. വേഗം അകത്തേക്ക് കയറി റൂമിൽ ചെന്നതും ആദ്യം കണ്ണുകൾ പോയത് ബെഡിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞു ചെക്കനിലാണ്. വൈഭവിന്റെയും ശിവയുടെയും പ്രണയത്തിന്റെ അംശം. ആഗ്നേയ് ശിവ് വൈഭവ് വർമ്മ, അവരുടെ അമ്പൊറ്റി കണ്ണൻ. മാണിക്യമംഗലത്ത് നവസിലും ഇപ്പോൾ അവന്റെ ഭരണമാണ്. 6 മാസമായ അവന്റെ ചിരിയിലും കരച്ചിലിനും അനുസരിച്ചാണ് ഇപ്പോൾ അവരുടെ ലോകം ഓടുന്നത്. ആ കുട്ടിക്കുറുമ്പന് കൂട്ടായി 2 അനിയത്തിമാരും വന്നിട്ടുണ്ട്. നമ്മുടെ അനിയുടെയും ചിത്തുവിന്റെയും മക്കൾ, ശിവാനി അനിരുദ്ധ് ആൻഡ് ശിവാംഗി അനിരുദ്ധ്. ഇന്ന് കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടായിരുന്നു മാണിക്യമംഗലത്ത് മുറ്റത്ത് വെച്ച്. അനിയുടെയും ചിത്തുവിന്റെയും ആഗ്രഹപ്രകാരം സേതുവിനും അനിതയ്ക്കുമൊപ്പം വാമികയും എത്തിയിരുന്നു മാണിക്യമംഗലത്ത്. എല്ലാവരും സന്തോഷത്തോടെ ആ ആഘോഷത്തിൽ ഒത്തുചേർന്നു. ഊണ് കഴിഞ്ഞു നിൽക്കുമ്പോൾ ഒരു എമർജൻസി കോൾ വന്ന് വൈഭവ് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഉറങ്ങിയോടാ കള്ളാ നീ?
ശാന്തമായി ഉറങ്ങുന്ന അമ്പൂറ്റിക്കണ്ണന്റെ ആ സുന്ദരമായ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ വൈഭവിന്റെ ഉള്ളിലെ ക്ഷീണമെല്ലാം പമ്പ കടന്നു. ഉറക്കത്തിൽ എപ്പോഴോ ഒന്ന് ചിണുങ്ങിയ കുഞ്ഞിന്റെ കവിളിൽ പതുക്കെ ഒന്ന് തലോടി അവന്റെ നെറ്റിയിൽ വൈഭവ് ഒരു മുത്തം നൽകി. ചെക്കന് ഒരനക്കവുമില്ല. വായിൽ വിരലിട്ടു. നല്ല ഉറക്കമാണ് കക്ഷി. കൊള്ളാം. അമ്മയെ കൂട്ട് കുഞ്ഞു കടുവയും അച്ഛനോട് കലിപ്പയിലാണല്ലോ. കുഞ്ഞിന്റെ കവിളിൽ ചെറുതായി തലോടി പറഞ്ഞു വൈഭവ്. സാധാരണ അവൻ വരുമ്പോൾ പകുതി മയക്കത്തിലാണെങ്കിൽ പോലും ഒന്ന് എഴുന്നേൽക്കുന്നവനാണ്. പക്ഷേ ഇന്ന് അനക്കം പോലുമില്ല. വൈഭവ് പതിയെ നടന്നു ബാൽക്കണി ഡോർ തുറന്നിറങ്ങി. അവിടെ തനിക്ക് മുഖം തരാതെ ഗൗരവത്തിലിരിക്കുന്ന പെണ്ണിനെ കണ്ട് അവന് ചിരി പൊട്ടി. പതുക്കെ നടന്നു ചെന്ന് അവളുടെ പിന്നിലൂടെ കൈകൾ ചുറ്റി ആ കഴുത്തിട്ടലിലേക്ക് അവൻ മുഖം ചേർത്തു. പിണക്കാണോ എന്റെ ആർച്ചയ്ക്ക്? പെണ്ണിന്റെ ചെവിക്ക് പിന്നിൽ പതുക്കെ മന്ത്രിച്ചതും അവളൊന്ന് തിരിഞ്ഞു തറപ്പിച്ചു നോക്കി. പിണക്കമാണോ? എന്തിന്? എനിക്ക് ആരോടും പിണക്കമില്ല. ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറാ ഉണ്ണിയേട്ടൻ. ആ ജോലിയുടെ കഷ്ടപ്പാടും സമയവും ഒക്കെ മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. ശിവയുടെ ശബ്ദം നേർത്തു. നൂലുകെട്ടിന് ശേഷം കുഞ്ഞിച്ചെക്കനെ അപ്പമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒന്നിച്ച് അവന് മാത്രമായി ഒന്ന് പുറത്തു പോകാൻ പ്ലാനിട്ടതാണ്. ജൂനിയർ വന്നേ പിന്നെ ഇരുവരും തമ്മിൽ മാത്രമായുള്ള സമയം കുറവാണ്. കാരണം കുഞ്ഞിച്ചെക്കൻ തന്നെയാണ് ഇരുവരെയും ഇടവും വലവും വിടില്ലവൻ. തനിക്ക് നേരെ നിർത്തി പെണ്ണിനെ വാടിയ മുഖം പിടിച്ചു പൊക്കി വൈഭവ്. ഡി ഉണ്ണിയാർച്ചേ, നിന്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞ 6 മാസമായി പട്ടിണി കിടക്കുന്ന എൻ്റെ കെട്ടഴിച്ചു വിടാനും എനിക്ക് ആഗ്രഹമില്ലെന്നാണോ? നിന്റെ ഈ വയറിന് ഒതുങ്ങാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തതാണ് ഈ ദിവസങ്ങൾ തള്ളി നീക്കിയതെന്ന് നിനക്കറിയാവോ? ആ എന്നോടാണോ നീ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? കണ്ടോ, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഇപ്പോൾ കടുവെട്ട് വെട്ടിയിരിക്കുക. കുസൃതിയോടെ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു പെണ്ണിന്റെ കവിളിൽ പതുക്കെ കടിച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചതും ശിവയുടെ മുഖം ആകെ ചുവന്നു തുടുത്തു. അവൾ നാണം കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തെമ്മാടി. അവൾ പതുക്കെ അവന്റെ നെഞ്ചിലിടിച്ചു. തെമ്മാടുത്ത ഞാനിപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. വൈഭവ് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി പെണ്ണിന്റെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഈ കണ്ണിലെ കലങ്ങിയ കണിമഷിയൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രഷായി വാ. മാറ്റിവെച്ച പ്ലാനൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും? ഗസ്റ്റ് ഹൗസിൽ പോവോ? വിടർന്ന കണ്ണുകളിൽ ആവേശത്തോടെ അവൾ ചോദിച്ചതും വൈഭവ് ചിരിയോടെ തലയാട്ടി. അത് കേൾക്കേണ്ട താമസം നാണത്തോടെ അവനെ ഒന്ന് പുഷ് ചെയ്ത് ശിവ ബാത്റൂമിലേക്ക് ഓടി. വേഗം ഡ്രസ്സ് കൂടി തലയിലെ മുടിയെല്ലാം കൂടി മുകളിലേക്ക് കെട്ടിവെച്ച് ഷവർ ഓൺ ചെയ്തു നിന്നു. പെട്ടെന്നാണ് ഡോറിൽ നോക്ക് കേട്ടത്. ആമി, 1 മിനിറ്റ് ഒന്ന് തുറന്നേ. ദേ ചെക്കൻ എഴുന്നേറ്റു. കതകിൽ തട്ടി വൈഭവ് പറഞ്ഞത് കേട്ടതും ശിവ വേഗം പൈപ്പ് ഓഫ് ചെയ്ത് ഒരു ടർക്കി എടുത്ത് നെഞ്ചുവഴി ഒന്ന് വട്ടം കെട്ടി ബാത്റൂമിന്റെ ഡോർ തുറന്നു. അപ്പോൾ കണ്ടു ഷർട്ടില്ലാതെ പാൻറ് മാത്രം ഇട്ട് മുന്നിൽ നിൽക്കുന്നവനെ. എന്താ ഏട്ടാ, അവൻ എഴുന്നേറ്റോ? എഴുന്നേറ്റു. ജൂനിയർ അല്ല, ഈ നിൽക്കുന്ന സീനിയറിന്റെ സകല കൺട്രോളും വിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. പെണ്ണിനോട് പറഞ്ഞു തീരുന്ന മുന്നേ ഒരു കള്ളച്ചിരിയോടെ അവൻ അകത്തേക്ക് കയറി വാതിലടച്ചു. ഉണ്ണിയേട്ടാ, ഇതെന്താ? മാറിയേ, ഇറങ്ങിക്കേ. കണ്ണൻ ഒറ്റയ്ക്ക് കിടക്കുവാ. കണ്ണൻ ഒറ്റയ്ക്കാണെന്ന് വെച്ച് നീ പേടിക്കേണ്ട എൻ്റെ ഭാര്യയെ. അവനെ ഈ വൈഭവിന്റെ ചോരയാ. അത്ര പെട്ടെന്നൊന്നും പേടിക്കുന്ന ജനസല്ല അത്. കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വൈഭവ് ശിവയ്ക്കരികിലേക്ക് പതിയെ നടന്നതും പെണ്ണൊന്ന് പിന്നിലേക്ക് വേച്ചുപോയി. നാണം കൊണ്ട് വിറച്ചു നിൽക്കുന്ന തന്റെ പെണ്ണിനെ വൈഭവ് ആ ചുവരിലേക്ക് ചേർത്ത് നിർത്തി ഷവർ ഓൺ ചെയ്തു. മുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾക്കിടയിൽ അവളുടെ ആ ഉണ്ടക്കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ, മതി. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിയേ. ശിവ അവന്റെ നെഞ്ചിൽ കൈവച്ച് തള്ളാൻ ശ്രമിച്ചെങ്കിലും വൈഭവ് അവളുടെ കൈകൾ തന്റെ കഴുത്തിന് പിന്നിലേക്ക് ചേർത്ത് വെച്ചു. ഗസ്റ്റ് ഹൗസിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്ലാൻ എന്താണോ അത് നടത്താമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ജൂനിയർ ഉണരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ പഴയ പട്ടിണി അങ്ങ് മാറ്റിയാലോ പെണ്ണെ. പെണ്ണിന്റെ കാതോരത്ത് ചുണ്ടു ചേർത്ത് അവൻ മന്ത്രിച്ചതും ശിവയുടെ ദേഹത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ നെഞ്ചിൽ കെട്ടിയിരുന്ന ടർക്കിയുടെ ഒരറ്റം വൈഭവിന്റെ വിരലുകൾക്കിടയിൽ കുടുങ്ങിയതും അവളുടെ ശ്വാസത്തിന് വേഗത കൂടി. കള്ളനാ ഉണ്ണിയേട്ടൻ. ഉണ്ട കണ്ണുകൾ ഉരുട്ടി അവൾ പറഞ്ഞതും അവനൊന്ന് ഉറക്കെ ചിരിച്ചു. കള്ളനല്ല ആമി, കടുവ. നീ പറയാറുള്ള നിന്റെ മാത്രം കാട്ടുകടുവ. കാറ്റുപോലെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ ചെഞ്ചുണ്ടുകളെ വൈഭവ് തന്റേതുമായി കോർത്തു. പിടഞ്ഞുപോയ പെണ്ണിന്റെ മാറിൽ നിന്ന് ആ ടർക്കി താഴേക്ക് വീണു. മേനിയിലേക്ക് വീഴുന്ന തണുത്ത വെള്ളം ഇരുവരുടെയും ദേഹത്ത് ചൂട് പിടിപ്പിച്ചു. ചുംബനത്തിന്റെ തീവ്രത രണ്ടുപേരിലും ആവേശമുണർത്തി. വൈഭവിന്റെ ചുണ്ടുകൾ ശിവയുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും ആവേശത്തോടെ നുണഞ്ഞതും അവളും അവനെ ഇരു കൈകൾ കൊണ്ട് വലിച്ചു തന്നിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു. ഒടുവിൽ വികാരം ഉച്ചസ്ഥായിലെത്തിയതും പെണ്ണിനെ ഇരു കൈകളിലും കോരിയെടുത്ത് ബാത്റൂമിൽ നിന്നിറങ്ങി വൈഭവ് അവളുമായി ബെഡിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു വേള ഒന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞിച്ചെക്കനിലേക്ക് പോയിരുന്നു. ശിവയെ ബെഡിൽ കിടത്തി തന്റെ ദേഹത്ത് അവശേഷിച്ച ബാക്കി വസ്ത്രവും ഊരിയെറിഞ്ഞു വൈഭവ് അവൾക്ക് മേലെ ചാഞ്ഞു. അവന്റെ പൂച്ച കണ്ണുകൾ തനിക്ക് സ്വന്തമായവൾക്ക് മേലെ ഓടി നടന്നതും ആ നോട്ടം താങ്ങാനാകാതെ ശിവയുടെ കവിൾത്തടങ്ങളെല്ലാം ചുവന്നു കയറി.
അവൻ ചിരിയോടെ പെണ്ണിന്റെ കഴുത്തിടുക്കിലേക്ക് ചുണ്ടമർത്തി. ഒരു ആർത്തനാദത്തോടെ അവൾ അവനെ വട്ടം പുണർന്നു. അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നതിനനുസരിച്ച് അവളുടെ കരങ്ങൾ അവന്റെ നഗ്നമായ പുറത്ത് തലോടി. വൈഭവിന്റെ മുഖം കഴുത്തിൽ നിന്ന് മാറിലേക്ക് ചലിച്ചതും ശിവയുടെ ശ്വാസതാളം ഉയർന്നു. ചുണ്ടുകൾ മടക്കി പിടിച്ചവളേങ്ങി. ഒടുവിൽ ഏറെ നേരത്തെ പ്രണയ നൈർമല്യങ്ങൾക്കൊടുവിൽ വൈഭവ് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കണ്ണുകൾ ഒന്ന് നിറഞ്ഞെങ്കിലും ചുണ്ടുകൾ നിറഞ്ഞ ചിരിയോടെ ശിവ അവനെ ചേർത്ത് പിടിച്ചു. ആമി. ഒന്നും പറയാതെ അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നപ്പോഴാണ് വൈഭവിന്റെ വിളി ശിവയെ തേടി ചെന്നത്. കുഞ്ഞിച്ചക്കൻ ഉണർന്നുന്നാ തോന്നുന്ന പെണ്ണെ. ചിരിയോടെ പറയുന്നത് കേട്ട് ശിവ ഞെട്ടലോടെ തലപൊക്കി നോക്കി. ഉറക്കം വിട്ട് എഴുന്നേറ്റ പോലെ കുറുമ്പൻ ചെറുതായി ചിണുങ്ങുന്നുണ്ട്. ശിവ അവനെ എടുക്കാനായി എഴുന്നേറ്റതും അവളെ തടഞ്ഞ് വൈഭവ് എഴുന്നേറ്റിരുന്നു. നിലത്ത് കിടന്ന അവന്റെ ഒരു ഷോർട്സും ഇട്ട് അവൻ നേരെ ചെന്ന് തന്റെ ജൂനിയറിനെ കൈകളിലെടുത്തു. തന്റെ അച്ഛന്റെ ചൂട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞി കുറുമ്പൻ ഒറ്റയടിക്ക് സൈലന്റായി. പിന്നെ അച്ഛന്റെ നെഞ്ചിൽ കിടന്ന് സന്തോഷത്തോടെ അവന്റെ മുഖത്ത് പിടിച്ച് കളിക്കാൻ തുടങ്ങി. കുഞ്ഞി കുറുമ്പൻ അവന്റെ ഭാഷയിൽ വൈഭവിനോട് വിശേഷം തിരക്കുന്നതാണ്. വൈഭവും അവന്റെ ഉണ്ട കവളിൽ മൂത്തി. കുഞ്ഞുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഒരു കംഫർട്ട് എടുത്ത് പുതച്ചു ശിവ ആ കാഴ്ച കണ്ടു കിടന്നു. അച്ഛന്റെ സെറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. കുറുമ്പൻ എപ്പോഴും വൈഭവ് അടുത്ത് വേണം. ഇപ്പോഴേ അവന് അച്ഛന്റെ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ട്. ചില നേരത്ത് ശിവയെ ഇട്ട് വട്ടം കറക്കി കളയും. അപ്പവും ആദിയും ആരതിയും ഒക്കെ വന്നാൽ ആകെ ബഹളമാണ് അവനെ കളിപ്പിക്കാൻ. പക്ഷേ ആരൊക്കെ ഉണ്ടെങ്കിലും അച്ഛനെ കാണുമ്പോൾ അവന് അത് മതി. ശിവയ്ക്ക് ചില സമയം നല്ല കുശുമ്പ് കയറും. പക്ഷേ അപ്പോൾ വൈഭവ് പറയും, നമ്മുടെ കൂട്ടത്തിൽ കുശുമ്പൻ ഈ കുഞ്ഞിച്ചക്കനാണെന്ന്. അവന്റെ അമ്മയുടെ അടുത്ത് ഞാൻ കൂടുതൽ അടുക്കുന്നതിന്റെ കുശുമ്പാടി ഇതെല്ലാം. നിന്നെ ഞാൻ മൊത്തത്തിൽ എടുക്കാതിരിക്കാനാ ഈ കുറുമ്പൻ എന്റെ ദേഹത്ത് ചാടി കയറുന്നതെന്ന്. ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ ശിവ ഓർത്തു. ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു വളർന്നവനാണ് ഇന്ന് തനിക്ക് മുന്നിൽ ഏറ്റവും നല്ല പിതാവായി മാറിയിരിക്കുന്നത്. ശിവാമ്മയുടെ ജീവിതം വൈഭവ് മഹേന്ദ്രവർമ്മ എന്ന വ്യക്തിയിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു. പുറമെ പരിക്കനെന്ന് തോന്നിപ്പിക്കുമെങ്കിലും തന്റെയും കുഞ്ഞിന്റെയും മുന്നിൽ മാത്രം അലിഞ്ഞു പോകുന്ന ഈ പുരുഷൻ, അവനാണ് തന്റെ ലോകം. നനവ് പടർന്ന പുഞ്ചിരിയോടെ ഓർത്തു ശിവ തന്റെ കണ്ണുകൾ അടച്ചു. അത്രയും സംതൃപ്തിയോടെ. പെട്ടെന്ന് മേശപ്പുറത്തിരിക്കുന്ന വൈഭവിന്റെ ഫോണിൽ ഒരു അലർട്ട് ലൈറ്റ് കത്തിയതും അവന്റെ പൂച്ച കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി. പതിയെ ചെന്ന് അതെടുത്തു. ഫോണിലെ സീക്രട്ട് ഫയൽ ഓപ്പൺ ആക്കി. അപ്പോൾ കണ്ടു അനിയുടെ കാർ ആ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത്. അത് കാണെ വൈഭവിന്റെ ചുണ്ടിൽ ഒരു കൂടച്ചിരി ഉയർന്നു. ഒരു വിജയച്ചിരി. അനിയുടെ കാർ ആ പഴയ കെട്ടിടത്തിന് മുന്നിൽ നിന്നതും അവിടെ കാവൽ നിൽക്കുന്ന രണ്ടുപേര് വെളിയിൽ ഇറങ്ങി വന്നു. അവരെ നോക്കിയിട്ട് അവൻ അകത്തേക്ക് നടന്നു. വലിയ ഇരുമ്പ് കമ്പികളാൽ ലോക്ക് ചെയ്ത അകത്തെ ഇരുണ്ട മുറി തുറന്ന് അവൻ അകത്ത് കയറി. അവിടെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടിവിയും അതിനു മുന്നിലെ കിടക്കയിലെ രൂപത്തിലേക്കും അവന്റെ കണ്ണുകൾ പകയോടെ നോക്കി. ശരീരം മുഴുവൻ കുമിളിച്ചു പൊങ്ങും പോലെ പലയിടത്തും തടിച്ചു കയറി തലമുടി കൊഴിഞ്ഞു ജീർണിച്ച പോലൊരു ശരീരവുമായി ബെഡിൽ ചാരി കിടക്കുന്ന മാധവൻ. അയാളെ കണ്ടതും അനിയിൽ പുച്ഛം നിറഞ്ഞു. അന്ന് പോലീസ് വന്ന് മുത്തശ്ശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാണ് CI സൂരജിന്റെ ഫോൺ വൈഭവിനെ തേടിയെത്തിയത്. മാധവനിൽ ഇപ്പോഴും ജീവനുണ്ടെന്ന്. അതറിഞ്ഞതും വൈഭവിനൊപ്പം ഒരു തീരുമാനമെടുത്തത് അനിയായിരുന്നു. ലോകത്തിനു മുന്നിൽ മാണിക്യമംഗലത്തെ മാധവൻ കൊല്ലപ്പെട്ടു. പക്ഷേ അയാൾ മരിക്കാൻ പാടില്ല. ജീവിച്ചിരുന്ന് നീറി ചാകണമെന്ന്. അതിന്റെ പരിണിത ഫലമാണ് മാധവന്റെ ഈ രൂപം. ശരീരത്തിലെ രക്തത്തിനുള്ളിൽ സെല്ലുകളെ ആക്രമിക്കുന്ന ഒരു വൈറസ് അയാൾക്കുള്ളിൽ കയറ്റിവിട്ടു. അതിന്റെ പ്രവർത്തനങ്ങൾ ദിനം കഴിയുന്തോറും മാധവന്റെ ശരീരം ഇല്ലാതാക്കാൻ തുടങ്ങി. സ്വന്തമായി ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോയിട്ട് കൈകൾ ഒന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത അത്ര വേദന തരുന്ന ഒരവസ്ഥ. പക്ഷേ ഉള്ളുകൊണ്ട് അയാൾക്കെല്ലാം കാണാൻ അറിയാം. അത് തന്നെയായിരുന്നു അനിരുദ്ധന് വേണ്ടിയിരുന്നത്. അനി തന്റെ കയ്യിലുള്ള പെൻഡ്രൈവ് മാധവന് മുന്നിലുള്ള ടിവിയിലേക്ക് കണക്ട് ചെയ്തു. ഇന്നത്തെ മാണിക്യമംഗലത്തെ ആഘോഷങ്ങളായിരുന്നു അതിൽ. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി സന്തോഷിക്കുന്ന വീഡിയോ. ഒരിക്കൽ നിങ്ങൾ എന്ത് ഇല്ലാതാക്കാൻ നോക്കിയോ അത് ഇരട്ടിക്ക് ഇരട്ടിയായി നിങ്ങൾക്ക് കിട്ടിയത് കണ്ടോ നിങ്ങൾ? ഇതാ നിങ്ങൾക്ക് ഞാൻ തരുന്ന ശിക്ഷ. ഇനിയും കുറേ കാലം ഞങ്ങളുടെ ഈ സന്തോഷം കണ്ട് ചാവാതെ നീറി ജീവിക്കണം നിങ്ങൾ. എങ്കിലേ നിങ്ങൾ മൂലം വേദന അനുഭവിച്ചവർക്ക് ഒരിറ്റെങ്കിലും തിരികെ ലഭിച്ചെന്നാകൂ. മാധവനെ നോക്കി അറപ്പും വെറുപ്പോടെ അത്രയും പറഞ്ഞു അനി അവിടുന്ന് ഇറങ്ങിപ്പോയി. മകന്റെ വാക്കുകളിൽ മറുത്തൊന്നു പറയാൻ ചുണ്ടുകൾ പോലും ചലിപ്പിക്കാൻ പറ്റാതെ ഇരുന്ന അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്ന് മരിച്ചിരുന്നു എങ്കിൽ എന്ന് അയാൾ വീണ്ടും ഉള്ളാലെ കേണു. ബാൽക്കണിയിൽ നിന്നും വൈഭവ് പതിയെ മുറിക്കുള്ളിലേക്ക് കയറി. ആഗ്നേയ് അപ്പോഴേക്കും അച്ഛന്റെ നെഞ്ചത്ത് പറ്റിപ്പിടിച്ചു കിടന്നുറങ്ങി. കുഞ്ഞിനെയും നെഞ്ചിലിട്ടു തനിക്ക് പാതിയായവളെയും ചേർത്ത് പിടിച്ച് വൈഭവ് കിടന്നു. തങ്ങളുടെ ജീവിതം ഒരിക്കൽ തകർത്തവനെ കൊല്ലുകയല്ല, മറിച്ച് താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച ജീവിതങ്ങൾ തളിർക്കുന്നതും പൂക്കുന്നതും കണ്ടു മരിക്കാൻ പോലുമാകാതെ നീറാൻ വിടുകയാണ് യഥാർത്ഥ ശിക്ഷയെന്ന് വൈഭവിനും അനിക്കും അറിയാമായിരുന്നു. മാധവന്റെ കണ്ണുനീർ ഇപ്പോൾ ആരും കാണാനില്ല. ആ നരകത്തിൽ നിന്ന് അയാൾക്ക് മോചനവുമില്ല.
ഇനി എൻ്റെ പെണ്ണിന് എന്നും സമാധാനമായി ഉറങ്ങാം. നമ്മുടെ ലോകത്ത് ഇനി സങ്കടങ്ങളില്ല ആമി. ഒരു കൈയാൽ ശിവയുടെ നെറുകയിൽ തലോടി അവളുടെ മൂർധാവിൽ ചുംബിച്ചു മൊഴിഞ്ഞു. വൈഭവ് പതുക്കെ കണ്ണുകളടച്ചു. പകയുടെ തീയണഞ്ഞ ആ രാത്രിയിൽ പ്രണയത്തിൻ്റെ തണലിൽ അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. ഇനിയൊരു തുടർച്ചയില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.